എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭാഗവത മഹാത്മ്യത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 61 തൊട്ടുള്ള ശ്ലോകങ്ങളുടെ അർത്ഥവും സാരവും പറയാം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. തവ പാദാരവിന്ദം ശരണാഗതം വാസുദേവം ജഗത്സർവം. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. തവ പാദാരവിന്ദം ശരണാഗതം വാസുദേവം ജഗത്സർവം. ഓം ശാന്തി ശാന്തി ശാന്തി. 61-ാമത്തെ ശ്ലോകം. ഭക്തിജ്ഞാനവിരാഗാണാം തദ്ഘോഷേണ ബലം മഹത് പ്രജിഷ്യതി വയോ കഷ്ടം സുഖം ഭക്തേർഭവിഷ്യതി. ഭക്തിജ്ഞാനവിരാഗാണാം തദ്ഘോഷേണ ബലം മഹത് പ്രജിഷ്യതി വയോ കഷ്ടം സുഖം ഭക്തേർഭവിഷ്യതി. തദ്ഘോഷണ അതിൻ്റെ ശബ്ദത്താൽ ഭക്തിജ്ഞാനവിരാഗാണം ഭക്തിജ്ഞാനവിരാഗങ്ങൾക്ക് മഹത്ബലം ഭവിഷ്യതി മഹത്തായ ബലം ഭവിക്കും. വയോഹ രണ്ടുപേരുടെ ജ്ഞാനത്തിൻ്റെയും വിരാഗത്തിൻ്റെയും കഷ്ടം രജിഷ്യതി കഷ്ടം തീരും. ഭക്തേ സുഖം ഭവിഷ്യതി ഭക്തിക്ക് സുഖം ഭവിക്കും. ഭാഗവത ശബ്ദശ്രവണ മാത്രങ്ങൾ തന്നെ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾക്ക് ഭൂലോകത്തിൽ അധിക ശക്തി ഉണ്ടാകും. ജ്ഞാനവൈരാഗ്യങ്ങളാകുന്ന രണ്ടുപേർക്കും കഷ്ടം കൂടാതെ ഇരിക്കാൻ സാധിക്കും. ഭക്തിയാകട്ടെ പരമസുഖം ഉണ്ടാകും. ഭാഗവതം ശക്തിയെ പ്രബലപ്പെടുത്തും. തദ്വാര ജ്ഞാനവൈരാഗ്യങ്ങൾ കഷ്ടം കൂടാതെ കൈവരുമെന്ന് സാരം. ശ്ലോകം 62. പ്രളയം ഹി ഗമിഷ്യന്തി ശ്രീമദ്ഭാഗവതധ്വനേ കലിദോഷായിമേ സർവേ സിദ്ധശബ്ദാവൃഗായിവ. പ്രളയം ഹി ഗമിഷ്യന്തി ശ്രീമദ്ഭാഗവതധ്വനേ കലിദോഷായിമേ സർവേ സിംഹശബ്ദാവൃഗായിവ. ശ്രീമദ്ഭാഗവതധ്വനി ശ്രീമത്തായ ഭാഗവതത്തിൻ്റെ ശബ്ദം ഹേതുവായിട്ട് സിംഹശബ്ദം ഹേതുവായിട്ട് മൃഗ ഇവർ ചന്നാക്കളെ എന്ന പോലെ ഇമേ സർവേ കലിദോഷ ഈ കലിദോഷങ്ങൾ സകലവും പ്രളയം ഗമിഷ്യന്തി നശിക്കും നിശ്ചയം. ശ്ലോകം 63. ജ്ഞാനവൈരാഗ്യ സംയുക്ത ഭക്തി പ്രേമരസാവഹ പ്രതിഗേഹം പ്രതിജനം തദ ക്രീഡാം കരിഷ്യതി. ജ്ഞാനവൈരാഗ്യ സംയുക്ത ഭക്തി പ്രേമസാവഹ പ്രതിഗേഹം പ്രതിജനം തദ ക്രീഡാം കരിഷ്യതി. ഭാഗവത പാരായണ നിമിത്തം പരമപ്രേമസത്ത അനുഭവപ്പെടുത്തുന്നതായ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളോടുകൂടി ചേർന്ന് വീടുതോറും ജനംതോറും ക്രീഡിച്ചു കൊണ്ടിരിക്കും. ശ്രീനാരദോവാച. ശ്ലോകം 64. വേദവേദാന്തഘോഷൈശ്ച ഗീതാപാഠേ പ്രമോദിതം ഭക്തിജ്ഞാനവിരാഗാണം നോദതിഷ്ഠത്രികം ദുയത്. വേദവേദാന്തഘോഷൈശ്ച ഗീതാപാഠേ പ്രബോധിതം ഭക്തിജ്ഞാനവിരാഗാണം നോദതിഷ്ഠത്രികം ദുയത്. 65. ശ്രീമദ്ഭാഗവതാലാപാത് തത്കഥം ബോധമേശ്വരി തത്കഥാസുതിദേവ വേദാർത്ഥ ശ്ലോകേ ശ്ലോകേ പദേ പദേ. ശ്രീമദ്ഭാഗവതാലാപാത് തത്കഥം ബോധമേശ്വരി തത്കഥാസുതൂപവേദാർത്ഥ ശ്ലോകേ ശ്ലോകേ പദേ പദേ. ശ്ലോകം 66. ചിന്തന്തു സംശയം ഹേനം ഭവന്തോ മോഹദർശനാഃ വിളംബോ നാത്ര കർത്തവ്യ ശരണാഗതവത്സലാഃ. ചിന്തന്തോ സംശയം ഹേനം ഭവന്തോ മോഹദർശനാഃ വിളംബോ നാത്ര കർത്തവ്യ ശരണാഗതവത്സലാഃ. നാരദൻ പറഞ്ഞു,
വേദങ്ങൾ, ഉപനിഷത്തുകൾ, ഭഗവത്ഗീത എന്നിവയുടെ പാഠങ്ങളാൽ ഉണർത്തുവാൻ പരിശ്രമിച്ചിട്ടുകൂടെ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളാവുന്ന 3 പേർ വേണ്ടതുപോലെ ഉണരാതിരിക്കുന്ന സ്ഥിതിക്ക് ശ്രീമദ് ഭാഗവത കഥനത്താൽ എങ്ങനെ ഉണരും? ഭാഗവത കഥകളിലോ ആകട്ടെ ഓരോ ശ്ലോകത്തിലും ഓരോ പദത്തിലും വേദാർത്ഥത്തെ തന്നെ മാത്രമല്ലയോ പ്രതിപാദിച്ചിരിക്കുന്നത്. വേദങ്ങളെ തന്നെ ഉച്ചരിച്ചിട്ടും ഉണരാത്ത ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ വേദാർത്ഥത്തെ പ്രതിപാദിക്കുന്ന ഭാഗവത പാരായണത്താൽ എങ്ങനെയൊന്ന് ഉണരുമെന്നുള്ളത് സംശയം തീരുന്നില്ല. ശരിയായ കാര്യം അറിയുന്നവരും ശരണാഗതന്മാരിൽ കരുണയുള്ളവരുമായ ഭഗവാന്മാർ എൻ്റെ ഈ സംശയത്തെ തീർത്ത് അരുളണം. ശ്രീ കുമാരവാച. ശ്ലോകം 27. വേദോപനിഷദാം സാര ജ്ഞാതാ ഭഗവതീ കഥാം അത്യുത്തമാതോ ഭാതി ഹൃദഗ്ഭൂതാബലോന്നതീം. വേദോപനിഷദാം സാര ജ്ഞാതാ ഭഗവതീ കഥാ അത്യുത്തമാതോ ഭാതി പൃഥഗ്ഭൂതാബലോന്നതീം. ഭാഗവതീ കഥ ഭഗവത് സംബന്ധിനിയായ കഥ. വേദോപനിഷദാം വേദോപനിഷത്തുക്കളുടെ സാരാജാത സാരത്തിൽ നിന്നും ജനിച്ചിരിക്കുന്നു. തഥാ അതുകൊണ്ട് അത്യുത്തമ അത്യന്തം ഉത്തമമായിട്ട് ഭാതി പ്രകാശിക്കുന്നു. ബലോന്നതി ബലം കൊണ്ടുള്ള ഔന്നത്യം പൃഥഗ്ഭൂത ഭിന്നമായിരിക്കുന്നു. കുമാരൻ പറഞ്ഞു, നാരദരുടെ സംശയ നിവൃത്തി വരുത്തുന്നവനായിട്ട് ശ്രീമദ് ഭാഗവതം വേദബാഹ്യമോ വേദാന്തർഗതമോ എന്ന സംഗതിയെ നിരൂപണം ചെയ്യുന്നു. വേദബാഹ്യമല്ല. എന്തുകൊണ്ടെന്നാൽ വേദബാഹ്യമായാൽ പ്രമാണമല്ലെന്ന് വരും. അതിനാൽ വേദബാഹ്യമല്ല, വേദാന്തർഗതവുമല്ല. എന്തുകൊണ്ടെന്നാൽ വേദപാഠങ്ങൾ ചെയ്തിട്ടും ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾക്ക് ഉണരാൻ പറ്റിയില്ല. അതുകൊണ്ട് വേദാന്തർഗതമെന്നും പറഞ്ഞുകൂടാ. പിന്നെയോ വേദങ്ങളുടെയും വേദങ്ങളിൽ ജ്ഞാനകാണ്ഡമെന്ന് പ്രസിദ്ധപ്പെട്ടിരിക്കുന്ന ബൃഹദാരണ്യം, ചാന്തോക്യം, തൈത്തിരീയം മുതലായ ദശോപനിഷത്തുക്കളുടെയും സാരത്തിൽ നിന്നുണ്ടായതാണ് ഭാഗവത കഥ. അതുകൊണ്ട് ഭാഗവത കഥയുടെ സ്വരൂപമൊന്ന് മാറി. അതുനിമിത്തം ഫലത്തിനും ഔന്നത്യം കൂടുതലായി വന്നു. അതിനാൽ ഭാഗവത കഥ അത്യുത്തമമാണെന്ന് പറയണം. ശ്ലോകം 68. ആമൂലാഗ്രം രസത്തിഷ്ഠാൻ നാസ്തേന സാധ്യതേ യഥാ സംഭൂയ സപൃഥഗ്ഭൂത ബലേ വിശ്വമനോഹരഃ. ആമൂലാഗ്രം രസത്തിഷ്ഠ നാസ്തേന സാധ്യതേ യഥാ സംഭൂയ സപൃഥഗ്ഭൂതഃ ബലേ വിശ്വമനോഹരഃ. രസഃ രസം. ആമൂലാഗ്രം മൂലം മുതൽ അഗ്രം വരെ. തിഷ്ഠൻ നാസ്തേ സ്ഥിതി ചെയ്യുന്നതായിരിക്കുന്നു. യഥാനാസ്വാദ്യത ഏതുവിധം അനുഭവിക്കപ്പെടുന്നില്ലയോ. ബലേ ഫലത്തിൽ. സംഭൂയ ചേർന്നിട്ട്. പൃഥഗ്ഭൂതഃ സ വേറെ ഭവിച്ചിരിക്കുന്ന അത്. വിശ്വമനോഹര ലോകത്തിൻ്റെ മനസ്സിനെ ഹരിക്കുന്നതായിരിക്കുന്നു. മൂലത്തിലും ഫലത്തിലും ഗുണവിശേഷം നിമിത്തം ഖേദമുണ്ടെന്ന് 3 ശ്ലോകം കൊണ്ട് കാണിക്കുന്നു. മാവ് മുതലായ വൃക്ഷങ്ങളിലും സോമലത മുതലായ വല്ലികളിലും മൂലം മുതൽ അഗ്രം വരെ വ്യാപിച്ചുകൊണ്ട് തന്നെ രസിക്കുമെന്ന് രസമിരിക്കുന്നു. എങ്കിലും വ്യാപകമായ ആ രസം അനുഭവപ്പെടുത്തുവാൻ സാധിക്കുന്നില്ല. സർവവ്യാപിയായ ആ രസം സാരാംശമായി പരിണമിച്ചുണ്ടാകുന്ന ബലത്തിലാകട്ടെ രസം ആസ്വാദ്യമായിരിക്കുന്നു, എല്ലാവരെയും വശീകരിക്കുന്നു. ആ വിധത്തിലാണ് ബലത്തിൽ രസമിരിക്കുന്നത്. എന്നാൽ ബലത്തിൽ ഇരിക്കുന്ന രസം മാവ് മുതലായ വൃക്ഷങ്ങളിൽ ഇരിക്കുന്ന സമയം അനുഭവിച്ച് ആനന്ദിപ്പാൻ സാധിച്ചതുമില്ല. രസത്തിൻ്റെ ഉത്പത്തി സ്ഥാനം മാവ് മുതലായ വൃക്ഷങ്ങൾ തന്നെയെന്നതിൽ സംശയമില്ല. ബലമായി പരിണമിച്ചാൽ മാത്രമേ രസം ആസ്വാദ്യമായി ഭവിക്കുകയുള്ളൂ. അതുകൊണ്ട് മൂലത്തിലും ഫലത്തിലും ഗുണവിശേഷം നിമിത്തം ഖേദം കാണപ്പെടുന്നു.
ശ്ലോകം 69. യഥാ ദുഗ്ധേശിതം സർപ്പേ ന സ്വാധായോപകൽപ്പതേ പൃഥഗ്ഭൂതം ഹി തദ്ദിവ്യം ദേവാനാലസവർദ്ധനം. യഥാ ദുഗ്ധേശിതം സർപ്പേ ന സ്വാധായോപകൽപ്പതേ പൃഥഗ്ഭൂതം ഹി തദ്ദിവ്യം ദേവാനാലസവർദ്ധനം. ദുഗ്ധേശിതം സർപ്പി, പാലിൽ സ്ഥിതി ചെയ്യുന്ന നെയ്യെ സ്വാദായ അനുഭവിപ്പാനായിക്കൊണ്ട് ന ഉപകൽപ്പതേ യോഗ്യമായിരിക്കുന്നില്ല. പൃഥഗ്ഭൂതം തത് വേർതിരിക്കപ്പെട്ട അത് ദേവാനാം ദേവന്മാർക്ക് രസവർദ്ധനം രസത്തെ വർദ്ധിപ്പിക്കുന്നതായ ദിവ്യം ഹി അമൃതം തന്നെ. ഉദാഹരണത്തെ ഒന്നുകൂടി സ്പഷ്ടമാക്കുന്നു. പാലിൽ വ്യാപിച്ചിരിക്കുന്ന നെയ്യ് അനുഭവിക്കപ്പെടുവാൻ യോഗ്യമായി ലഭിക്കുന്നില്ല. പാൽ കാച്ചി തൈരാക്കി മഥനം ചെയ്തെടുത്താൽ ആ നെയ്യെ ദേവന്മാർക്ക് കൂടെ രസത്തെ വർദ്ധിപ്പിക്കുന്ന ദിവ്യപദാർത്ഥമായിരിക്കുന്നു. നെയ്യിൻ്റെ മൂലപദാർത്ഥമായ പാലിനെയും നെയ്യിനെയും ഗുണഭേദം സ്പഷ്ടമാകുന്നുവല്ലോ. ദിവ്യം എന്നതിന് പകരം ഗവ്യം എന്ന് പാഠഭേദം കാണുന്നുണ്ട്. സാരം വ്യക്തം. ശ്ലോകം 70. ഇക്ഷൂണാമാദിമധ്യാന്തം ശർക്കരാവ്യാപ്യതിഷ്ഠതി പൃഥഗ്ഭൂതാജസാമിഷ്ട തഥാ ഭാഗവതീ കഥാ. ഇക്ഷൂണാമാദിമധ്യാന്തം ശർക്കരാവ്യാപ്യതിഷ്ഠതി പൃഥഗ്ഭൂതാജസാസ്മിഷ്ട തഥാ ഭാഗവതീ കഥാ. ഇക്ഷൂണാമാദിമധ്യാന്തം ശർക്കരാവ്യാപ്യതിഷ്ഠതി പൃഥഗ്ഭൂതാജസാമിഷ്ട തഥാ ഭാഗവതീ കഥാ. കരിമ്പിൻ തണ്ടുകളുടെ അടിമുതൽ മുടിവരെ മധുരരസം വ്യാപിച്ചിരിക്കുന്നു. എങ്കിലും ആ തണ്ടുകളെ ചക്കിലിട്ട് ആട്ടി രസത്തെ വേർതിരിച്ച് കട്ടിയാക്കിയെടുത്ത് ശർക്കരയാക്കിയാൽ മാത്രമേ അതിസ്വാദുള്ളതായിരിക്കുന്നുള്ളൂ. അതുപോലെ വേദാന്തങ്ങളിൽ വ്യാപിച്ചിരിക്കുന്ന രസത്തെ വേർതിരിച്ചെടുത്ത് ഉണ്ടാക്കിയ ഭാഗവത കഥ വേദാന്തങ്ങളെക്കാൾ ഉത്തമമായിരിക്കുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണാർപ്പണം. ഓം ശ്രീകൃഷ്ണാർപ്പണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ.